പണ്ടത്തെ ഒരു രീതിയിൽ എംപ്ലോയിനെ ട്രീറ്റ് ചെയ്താലൊന്നും നടക്കത്തില്ല. കമ്പനിയുടെ ടാർഗറ്റുകൾ കവർ ചെയ്യാനായിട്ട് അവരെ നമുക്ക് നിർത്തേണ്ട രീതി നിർത്തിക്കഴിഞ്ഞാൽ ഇതെല്ലാം കവറാവും. അല്ലാതെ പ്രഷേഴ്സ് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇട്ടിട്ട് പോകുന്നത് നടക്കത്തുള്ളൂ. ചാണക്യ എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒറ്റ കോഴ്സ് മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ 7 8 കോഴ്സുകൾ നടത്തുന്ന സ്ഥാപനങ്ങൾ ഒരുപാട് ഇപ്പം കേരളത്തിലുണ്ട്. അപ്പോൾ ഒറ്റ കോഴ്സ് 8 10 കൊല്ലം എക്സ്പീരിയൻസ് ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇത്രയും കൊല്ലം റിസൾട്ട്സ് ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്, ദെൻ എക്സാം ഫെയിൽ ആയി കഴിഞ്ഞാൽ റീടേക്ക് ഓഫറുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പം ഒരു സ്റ്റുഡൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കുന്നത് ഡിസ്റ്റൻസിനേക്കാൾ ക്വാളിറ്റിയാണ്. ക്വാളിറ്റി ക്ലാസ്സുകളുണ്ടോ, അവരെ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ടോ, അവരെ പാസ്സാവുന്നവരെ സപ്പോർട്ടുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും അവർ എക്സ്പെക്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും ചാണക്യ. ഇപ്പം CMA അതുപോലെ തന്നെ EAയുടെ ACCയുടെ കോഴ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓഫ്ലൈനുണ്ട്, ഓൺലൈനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പം കൂടുതലും നമ്മളിപ്പം 70ഓളം മെമ്പേഴ്സുണ്ട്. നമ്മുടെ ഫാമിലി തന്നെയാണ്. നോർമലി ഇപ്പോൾ പലയിടത്തും കാണുന്നൊരു കാര്യം എന്ന് വെച്ചാൽ എംപ്ലോയിക്ക് ഒരുപാട് പ്രഷേഴ്സ് കാര്യങ്ങളെല്ലാം കൊടുക്കുക, ഈ പരിപാടിയൊന്നുമില്ല. നമ്മളൊരു ഫാമിലിയെ പോലെ തന്നെയാണ് ഇവരെല്ലാം ട്രീറ്റ് ചെയ്യുന്നത്. എല്ലാവരും ഒരു കുടുംബമായിട്ട്. കാരണം അങ്ങനെ നോക്കിയാൽ മാത്രമേ കാര്യമുള്ളൂ. സിസ്റ്റം മാറി. പണ്ടത്തെ ഒരു രീതിയിൽ എംപ്ലോയിനെ ട്രീറ്റ് ചെയ്താലൊന്നും നടക്കത്തില്ല. അവരൊരു കംഫർട്ട് സോണിൽ വർക്ക് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ, കാരണം കമ്പനിയുടെ ടാർഗറ്റുകൾ കവർ ചെയ്യാനായിട്ട് അവരെ നമുക്ക് നിർത്തേണ്ട രീതി നിർത്തിക്കഴിഞ്ഞാൽ ഇതെല്ലാം കവറാവും. അല്ലാതെ പ്രഷേഴ്സ് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇട്ടിട്ട് പോകുന്നത് നടക്കത്തുള്ളൂ. കാരണം ആള് 2 മാസം നിൽക്കും, ഇറങ്ങിപ്പോവും. ഈ പരിപാടി ആയിരിക്കും. അതിനേക്കാൾ ലോങ് ടൈമിൽ അവരെല്ലാം നിൽക്കണം എന്നുണ്ടെങ്കിൽ അവർ ഹാപ്പി ആയിരിക്കണം.